എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്നൊരു വെയ്റ്റ് ലോസ് ജേണിക്ക് ഏറ്റവും പറ്റിയ നല്ലൊരു ഐറ്റം ഇഡ്ഡലി, റാഗി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇഡ്ഡലി. ഇത് ഞാൻ റാഗി കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ടൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അതേപോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് റാഗിയും 1/2 കപ്പ് പച്ചരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങലരിയായാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ റേഷൻ പച്ചരിയാണേ. അപ്പം അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. കാരണം ഇതിൽ കുറേ പൊടികളെല്ലാം ഉണ്ടാവും. പൊന്തി നിൽക്കുന്ന കഴുകി അരിച്ചിട്ടെടുക്കാം. അപ്പം അരിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ? ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 4 മണിക്കൂർ അത് കുതിരണം കേട്ടോ. അങ്ങ് മാറ്റി വെക്കാം. അതിന് ശേഷം വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് ഉഴുന്ന് കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ലോണം 3-4 പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് കുതിരാൻ വെക്കാം. ഞാൻ പാത്രം മാറ്റിയതാണേ. ആ പാത്രത്തിൽ മേലെ പൊന്തിപ്പോകുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. ഒരു 4 മണിക്കൂർ ഇതും കുതിരട്ടെ. അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി എടുത്ത് വെക്കാനുണ്ട്. ഇനി വേണ്ടത് 1/2 കപ്പ് അവിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് അവിലില്ലെങ്കിൽ ചോറെടുക്കാം കേട്ടോ. 1/2 കപ്പ് തന്നെ ചോറാകുമ്പോൾ അന്നേരം അരക്കുന്ന സമയത്ത് കൂട്ടത്തിലിട്ടങ്ങ് അരച്ചാൽ മതി. ഇത് അവിലായതുകൊണ്ട് ഞാൻ 4 മണിക്കൂറൊന്നും അവിൽ കുതിരേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കുതിർന്നാൽ മതി. ഞാൻ പിന്നെ ഏതായാലും വെക്കുമ്പോൾ ഒന്നിച്ച് ആ പണി അങ്ങ് തീർന്നോട്ടെ. പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ടല്ലോ. പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഇത് നോക്കണ്ടോ. അപ്പോൾ അതും ഒരു ഭാഗത്തിരിക്കട്ടെ. 4 മണിക്കൂറായിട്ടുണ്ട്. ഉഴുന്ന് കണ്ട നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം കുറച്ച് അരിച്ച് ഒരു ഭാഗത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും ഉഴുന്നും കൂടെ മിക്സീൻ്റെ ജാറിലിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. അരച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ. അപ്പം അത് നല്ലോണം അരച്ചെടുക്കണേ. നല്ലോണം അരച്ചിട്ട് കാണിച്ചു തരാം. നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമ്മൾ ഈ മിക്സി ജാറിൽ തന്നെ നമ്മൾ റാഗീനെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ വെള്ളം അരിച്ചിട്ട് പകുതിയായിട്ടാണ് അരക്കുന്ന. 2 ബാച്ചായിട്ട് അരക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് അരയട്ടെ. ഇത് പകുതിയിൽ കൂടുതലുണ്ട്. അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇത് ആദ്യം ഒന്ന് അരക്കുമ്പോൾ തന്നെ മേലോട്ട് മുഴുവൻ റാഗി കയറി നിൽക്കും. അപ്പോൾ അതിങ്ങനെ തട്ടി ഇട്ട് കൊടുക്കണേ. ഇല്ലെങ്കിൽ പിന്നെ അത് നല്ലോണം അരയൂല. അപ്പോൾ നല്ലോണം അരച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത ബാച്ചും ഇതേപോലെ നമുക്ക് അരച്ചെടുക്കാം. ആദ്യം റാഗിയും അരിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അവിലില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ? നല്ല ഒരു ഫ്ലഫി ആയിട്ട് വരുന്നില്ലേ? അത് അവിൽ ചേർത്തത് കൊണ്ടാണേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇനിയൊന്ന് കൈവച്ച് നല്ലോണം കുഴച്ചെടുക്കണം. ഉപ്പും ചേർത്തിട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നത് എങ്ങനെയോ വിട്ടുപോയി. കൈ കൊണ്ട് തന്നെ കുഴക്കണേ. എന്നാലത് നല്ല ഫ്ലഫി ആയിട്ട് വരുക. ഇനി ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് മൂടി വെച്ചിട്ട് 8 മണിക്കൂർ എന്തായാലും ഫെർമെൻ്റ് ആവാൻ വെക്കണം. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചൂട് ഓരോ നാട്ടിലെ ചൂട് പോലെയാണേ. ഇവിടെ കുറച്ച് ചൂട് കൂടുതലുള്ള സ്ഥലം. അതുകൊണ്ട് കണ്ടോ നല്ലോണം നരച്ച് പൊന്തിന് 8 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ടെമ്പറേച്ചർ പോലെ അഡ്ജസ്റ്റ് ചെയ്തോ സമയം. കണ്ടോ? ഞാൻ കുറച്ചും കൂടി വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് നിറച്ച് താഴെ എത്തിപ്പോയിട്ടുണ്ടാവുമല്ലോ. ഞാൻ എണീറ്റ് ഉടനെ ഓടി വന്ന് നോക്കിയതാ. കണ്ടില്ലേ? കറക്റ്റ് 8 മണിക്കൂർ. അപ്പോഴത്തേക്ക് ഇങ്ങനെയായി. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അധികം ഇളക്കണ്ട കേട്ടോ. കണ്ടോ? നല്ല എയർ ബബിൾസ് എല്ലാം ഉള്ളിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ ഇനി ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാത്തിലും ഒരു 3/4 ഭാഗം ഒഴിച്ചാൽ മതിയേ. കണ്ടോ? ഇങ്ങനെ നിറയെ ഒഴിക്കല്ലേ. എന്തായാലും ഒന്ന് പൊന്തി വരും. അപ്പോൾ അതുപോലെ എല്ലാം ഒഴിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇഡ്ഡലി വേകുന്ന നേരം
ഒരു 12-13 മിനിറ്റ്, അതിലപ്പുറമൊന്നും വേണ്ടി വരില്ല. ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. കണ്ടില്ലേ, ഒട്ടും ഒട്ടുന്നില്ല. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.